എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ മക്കൾക്കാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വന്നതാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഉഴുന്നാണെങ്കിൽ ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെള്ളം അധികം ചേർക്കാതെ അരച്ചെടുത്തു. വെള്ളം അധികം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഉഴുന്നുവട നന്നായി വരത്തില്ല. എന്നിട്ട് കുറച്ച് റവ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അര സ്പൂണ് റവ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നുവട നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടും. അധികം ആണെങ്കിൽ എണ്ണയാണെങ്കിൽ കുടിക്കത്തുമില്ല. പിന്നെ അതുപോലെ തന്നെ സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളകാണെങ്കിൽ ചതച്ചിട്ടില്ല, അതിന് പകരമായിട്ട് കുരുമുളക് ചതയ്ക്കാതെ തന്നെ ഇട്ടു. പിന്നെ പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് കയ്യിലാണെങ്കിൽ ഒരു കൈവെള്ളയിൽ കുറച്ച് വെള്ളം തേച്ചിട്ട് വേണം ഈ മാവ് നമ്മൾ എടുത്തിട്ട് എണ്ണയിലോട്ടിട്ട്. ആദ്യം എണ്ണ ചൂടാകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ആദ്യമാണെങ്കിൽ കുറച്ചൊരു ഇതെടുത്ത് പാകം എടുത്തിട്ട് ഞാനാണെങ്കിൽ എണ്ണയിലോട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടാണെങ്കിൽ എണ്ണ തിളച്ച് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെച്ചിട്ട് വേണം ഈ മാവ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേന് ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പം നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയായിരുന്നു. ഇതിൻ്റെ ഉഴുന്നുവടയുടെ പുറമാണെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരുന്നു, അകമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നു. ഇതിൻ്റെ കൂടെ ചെറിയൊരു ചമ്മന്തി ഇങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണെങ്കിൽ റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസമാണെങ്കിൽ ഇങ്ങനെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് ചില സമയത്താണെങ്കിൽ ഉഴുന്നാണെങ്കിൽ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നാട്ടെ എന്ന് വെച്ചുകൊണ്ട് മാറ്റിയിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉഴുന്നുവട ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഉഴുന്നുവട, ഉള്ളിവട, അതുപോലെ തന്നെ ജുമീനും ബോണ്ട ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളതാണെങ്കിൽ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി കുറേ ദിവസത്തെ ആഗ്രഹം അങ്ങനെ സാധിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ബാക്കിയിരുന്ന മാവൂടാണെങ്കിൽ കുറച്ച് ഒരുപാട് റെഡിയാക്കിയില്ല, എന്നായിട്ട് ഒരു അത്യാവശ്യം നമുക്ക് അര ഗ്ലാസ് കൊണ്ടാണെങ്കിൽ ഒരു 8 ഉഴുന്നുവട റെഡിയാക്കി. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉഴുന്നുവട ഒരു 4 എണ്ണം അങ്ങനെയാണ് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ ബാക്കിയുള്ള മാവെല്ലാമാണെങ്കിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതൊക്കെ വായിച്ച് ഒത്തിരി സന്തോഷമാണ്. അതിനകത്ത് വരുന്ന ചില സജഷൻസൊക്കെ ആണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതുപോലെ തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ആണെങ്കിൽ ചിലപ്പം കൂടിപ്പോയിട്ട് ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മ്യൂസിക്കൊക്കെ കുറച്ചിടാം. അപ്പോൾ അങ്ങനെ പറയുന്ന സജഷൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്നാലല്ലേ നമുക്ക് വീണ്ടും ആണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ സജഷൻസ് നിങ്ങൾക്ക് ഇനിയുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ അത് പറയാൻ മടിക്കരുത്. എന്നാലല്ലേ നമുക്കാണെങ്കിൽ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് എളുപ്പമാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ആണെങ്കിൽ എത്ര പ്രാവശ്യം നമ്മളിത് മാറ്റിയെടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. നമുക്കിപ്പം 1 2 3 4 എണ്ണമൊക്കെ റെഡിയാക്കണമെങ്കിൽ നിസ്സാര സമയം മതി. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ കുറച്ച് വലിയ പാത്രം കൂടെ ആണെങ്കിൽ നമുക്ക് ഒരു സമയം തന്നെ ആണെങ്കിൽ 3 4 5 ഒക്കെ ആണെങ്കിൽ ഇട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ എത്ര സമയം വേണം, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുമല്ലോ. പിന്നെ നമ്മൾ തീയാണെങ്കിൽ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചിടാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും നമുക്ക് വെന്ത് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ നേരം ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വേണം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാൻ. കാരണം അപ്പോൾ അധികം എണ്ണയാണെങ്കിൽ ഈ ഒരു ഉഴുന്നുവടയിൽ നിന്ന് മാത്രമല്ല, ഏത് ഇതുപോലെ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അധികം എണ്ണ അതിലൊന്നും പിടിക്കത്തില്ല. അങ്ങനെ ഉഴുന്നുവടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വൈകിട്ടത്തെ സ്നാക്സ് ഇതായിരുന്നു, ഉഴുന്നുവടയും ചായയുമായിരുന്നു. അപ്പം ഇനിയാണെങ്കിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും.
അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ ആണോ അതോ വ്ളോഗാണോ, ഫാമിലി വ്ളോഗ് ഉണ്ടല്ലോ അതൊക്കെയാണോ ഇഷ്ടം എന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ ഇഷ്ട പലഹാരം ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.